നമസ്കാരം. പ്രധാന വാർത്തകൾ. കപ്പൽ അപകടം, തീയണയ്ക്കൽ നിർത്തിവെച്ചു. ദൗത്യം നാളെ രാവിലെ പുനരാരംഭിക്കും. പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. കപ്പൽ നീങ്ങുന്നതും കടലിൽ കണ്ടെയ്നറുകൾ ഉള്ളതും ദൗത്യത്തിന് തടസ്സമെന്നാണ് വിവരം. നാളെ കാലത്ത് ദൗത്യം പുനരാരംഭിക്കും. രാത്രി ദൗത്യത്തിന് തടസ്സങ്ങൾ ഏറെയാണ്. ജുവനൈൽ ഹോമിൽ നിന്ന് കുട്ടികൾ കടന്നുകളഞ്ഞു. ജീവനക്കാർക്ക് നേരെ കത്തിവീശിയ ശേഷമാണ് കൊച്ചി കാക്കനാട് ജുവനൈൽ ഹോമിൽ നിന്ന് 2 കുട്ടികൾ രക്ഷപ്പെട്ടത്. തൃക്കാക്കര പോലീസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. രാത്രി 8 മണിയോടെയാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. ജീവനക്കാരാണ് സംഭവം പോലീസിൽ അറിയിച്ചത്. കുട്ടികൾ ഒളിച്ചിരിക്കാനിടയുള്ള എല്ലായിടത്തും തെരച്ചിൽ നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. 19കാരൻ പിടിയിൽ. കോഴിക്കോട് പയ്യാമ്പ്ര സ്വദേശി തോട്ടപ്പാട്ടുചാലിൽ അബിൻ സന്തോഷാണ് പിടിയിലായത്. ഇയാളെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. 2024 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 17കാരിയായ വിദ്യാർത്ഥിനിയെ നരിക്കുനി എന്ന സ്ഥലത്ത് വെച്ച് അബിൻ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പെൺകുട്ടി നൽകിയ പരാതിയിൽ മാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം മാറ്റിവെക്കും. മേൽനോട്ട സമിതി യോഗത്തിൽ തീരുമാനം. മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം തൽക്കാലം മാറ്റിവെക്കാൻ മേൽനോട്ട സമിതി യോഗത്തിൽ തീരുമാനം. ഡാം ബലപ്പെടുത്തൽ നടപടികൾക്ക് മുമ്പ് ഐസോടോപ്പ് പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച മേൽനോട്ട സമിതി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടു. പുതിയ ഡാം എന്ന ആവശ്യം വീണ്ടും യോഗത്തിൽ ഉയർത്തിയ കേരളം ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും വ്യക്തമാക്കി. 9 ദിവസം നീണ്ട തിരച്ചിൽ. ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം, പാമ്പാടി എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയും തിരച്ചിൽ നടത്തി. ഇന്ന് വൈകിട്ടോടെ ചക്കാലക്കടവിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സൂസൻ തോമസ് ആണ് മരിച്ച ഈപ്പൻ തോമസിന്റെ ഭാര്യ. മൃതദേഹം നാളെ 10:30 മീനടം ആശുപത്രി വളപ്പിലുള്ള വീട്ടിലെത്തിക്കും. മീനടം സെയിന്റ് തോമസ് യാക്കോബായ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം.